2023 ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറിയ സമയത്ത് അവർ തട്ടിക്കൊണ്ട് പോയതാണ് കിബർ ബിവാസിനെയും സഹോദരൻ ഏരിയലിനെയും അവരുടെ അച്ഛനും അമ്മയും എല്ലാം. അവരുടെ അച്ഛനെ എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നതെന്ന് അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. മറ്റേതോ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി. പകരം അമ്മയും 2 മക്കളും മാത്രമാണ് ഒരിടത്ത് കഴിയുന്നത് എന്നായിരുന്നു നേരത്തെ ലഭിച്ചിരുന്ന വിവരം. അതേസമയം കുറെ മാസങ്ങൾക്ക് മുമ്പ് ഹമാസ് തന്നെ അറിയിച്ചത് ഈ 2 കുട്ടികളും മരിച്ചുപോയി എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ മോചിപ്പിക്കുന്ന 33 ബന്ദികളുടെ പട്ടികയിൽ ഇവരുടെ 2 പേരുടെയും പേരും ചിത്രങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് ഏവരുടെയും പ്രതീക്ഷ ഉണർത്തിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യം മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ കുട്ടികളെയും ഉൾപ്പെടുത്തേണ്ടതല്ലേ എന്ന് സ്വാഭാവികമായും ചോദ്യം ഉയരുന്നുണ്ട്. നേരത്തെ തങ്ങൾ തന്നെ മരിച്ചുപോയി എന്ന് അറിയിച്ചിരുന്ന 2 കുട്ടികളും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. ഇതേക്കുറിച്ച് ഇനിയും ഹമാസ് പ്രതികരിച്ചിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഡാനി ഡാനൻ തന്റെ സഹപ്രവർത്തകരോട് നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികളെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്ന് ഹൃദയം തകർന്ന് ഒടുവിൽ ചോദിക്കേണ്ടി വന്നത്. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയോട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ രാജ്യത്തെ കുട്ടികളെക്കുറിച്ച്, അവരുടെ അവസ്ഥയെക്കുറിച്ച്, അവരുടെ ഗതികേടിനെക്കുറിച്ച്, അവരെ തട്ടിക്കൊണ്ടുപോയിട്ട് യാതൊരു വിവരം ലഭിക്കാത്തതിനെ കുറിച്ചൊരു ചർച്ച വയ്ക്കാത്തത്? നിങ്ങൾ നിരന്തരമായി ഗാസയിലെ കുട്ടികളെക്കുറിച്ച് ചർച്ച വയ്ക്കുകയും അക്കാര്യത്തിൽ സഹായവും സഹകരണങ്ങളും ഒക്കെ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. ഇസ്രായേലിലെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് മൗനം പാലിക്കുന്നത് എന്ന് അദ്ദേഹം അങ്ങേയറ്റം രോഷത്തോടെ തന്നെയാണ് ചോദിച്ചത്. തീവ്രവാദത്തിന്റെ ദുരന്ത ഫലം അനുഭവിക്കുന്ന കുട്ടികൾ അത് ഏത് രാജ്യത്താണെങ്കിലും അവരുടെ ദുരിതം തന്നെയാണ്. അതല്ലാതെ ഇസ്രായേലിലെ കുട്ടികളുടെ ദുരിതമല്ലെന്നും ഗാസയിലെ കുട്ടികളുടെ ദുരിതം മാത്രമാണ് യഥാർത്ഥ ബുദ്ധിമുട്ടെന്നും നിങ്ങൾ കരുതിയിരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് അദ്ദേഹം വീണ്ടും ഒന്നുകൂടി പ്രഖ്യാപിച്ചു.